നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസത്തെ കഥകളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രേവതിക്ക് 8,4 ലക്ഷത്തിന്റെ ആ വലിയ ഓർഡറാണ് കിട്ടുന്നത്, മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഹേമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഹേമയുടെ കുത്തകയായിരുന്നു ഇത്രയും കാലം മണ്ഡപമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. പക്ഷെ രേവതി ഇപ്പോൾ ഒരു വൻ തടസ്സമായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നീട് മാനേജർ പറഞ്ഞ കാര്യങ്ങളുമായിരുന്നു ഹേമയുടെ മനസ്സിൽ. ഇവര് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങള് വർഷങ്ങളായിട്ട് ഒരേ രീതി തന്നെയല്ലേ, നിങ്ങൾക്ക് ഒരേ ഡെക്കറേഷൻ തന്നെയല്ലേ ഉള്ളേ. പക്ഷെ ഇവര് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യും. അത് മനസ്സിലായതുകൊണ്ട് ഇവർക്ക് ഞാൻ ഓർഡർ കൊടുത്തേന്ന് പറഞ്ഞു. കർണത്തിനിട്ടേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നത്. മാത്രമല്ല രേവതിക്ക് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുകയും ചെയ്തു മാനേജർ. അങ്ങനെ രേവതി സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഹേമ മാനേജർ പറഞ്ഞു, സാറേ ഇത് വലിയ ചതിയായി പോയിട്ടോ ചെയ്തേ, ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണെങ്കിലും ഇത്രയും നല്ലൊരു ഓർഡർ, അത് ഇത്ര ലക്ഷത്തിന്റെ, അതെനിക്ക് തരേണ്ടതല്ലായിരുന്നോ? ഞാൻ എത്ര കാലം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അതൊക്കെ ശരി തന്നെയാ ഹേമേ, പക്ഷേങ്കിലേ ഇത് വലിയ VIP വരുന്ന ചടങ്ങാ. നിങ്ങൾ ചെയ്യുന്ന ഡെക്കറേഷനും കാര്യങ്ങളും എന്താ എങ്ങനെയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. അല്ല അവരും വളരട്ടെ, എല്ലാരും വളരണമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഹേമയ്ക്ക് വലിയ അടിയായിരുന്നു. ഹേമ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഹേമ പെട്ടെന്ന് ഡ്രൈവറോട് കൽപ്പിച്ചു, എടുക്കട വണ്ടി, അവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നാലെ പോവുകയാണ്. അതേ സമയത്ത് ഭാമയെ കാണാനായിട്ട് ചന്ദ്രമതി പോയി. ഭാമയപ്പം വഴിക്ക് വെച്ച് ഭാമയെ കാണുന്നുണ്ട് ചന്ദ്രമതി. അങ്ങനെ ഭാമയോട് കാര്യങ്ങൾ പറയാണ്. എന്റെ ഭാമയൊന്നും പറയണ്ട, സച്ചിയുടെ കാറിന്റെ ബ്രേക്ക് ആരോ അഴിച്ചുവിട്ടു. സച്ചിയെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ആരോ ചെയ്താണ്. സച്ചിക്ക് എന്നെയൊക്കെ സംശയമുണ്ടെന്ന് തോന്നുന്നു, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരോ ആണ് ഇതിന്റെ പിന്നിൽ നിന്നാ സച്ചി പറയണേ. അപ്പോഴേക്കും ഭാമ ഞെട്ടിപ്പോയി. സച്ചിക്ക് ആരെയാ സംശയം? അതൊന്നും സച്ചി പറഞ്ഞിട്ടൊന്നുമില്ല, അധികം വൈകാതെ സത്യം കണ്ടെത്തു എന്നൊക്കെ പറയണേ. ഭാമയ്ക്ക് വല്ലാത്തൊരു ഞെട്ടല്. ദൈവമേ, ഇനിയിപ്പൊ തന്റെ പേരെങ്ങാനും കണ്ടുപിടിക്കുവോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ആ വീട്ടിൽ പോലും കയറാൻ പറ്റില്ല. രവിയേട്ടന്റെ മുഖത്ത് സച്ചിയുടെ മുഖത്തൊക്കെ എങ്ങനെ താൻ നോക്കും? സച്ചിയെ താൻ അങ്ങനെ കാണുന്നതാണ്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പം താൻ താക്കോലെടുത്ത് കൊടുത്ത ശ്രുതിയാണ് അപ്പൊ കള്ളി. അവള് കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടാനായിട്ട് അവള് ബാഗ് എടുക്കാനാന്ന് പറഞ്ഞിട്ട്. ദൈവമേ, താൻ മോനെ പോലെ കരുതുന്ന സച്ചിക്ക് ഭാഗ്യം കൊണ്ടൊരു അപകടം ഒന്നും സംഭവിച്ചില്ല. എങ്ങാനും എന്തായാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ തൂങ്ങേണ്ട വന്നേനം. ഒടുവില് ഭാമ ഞെട്ടലോടെ നിൽക്കുമ്പോഴത്തേനും ചന്ദ്രമതി വെച്ചു, എന്താ ഭാമേ, നിന്റെ മുഖത്തെന്താ വല്ലാത്തൊരു ഞെട്ടല്? ഒന്നുമില്ല. എന്നിട്ട് സച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അല്ല അവന് ആരെയും സംശയമില്ലല്ലോ, നീ എന്താ അത് കുറെ സമയമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നേ? അല്ല ചോദിച്ചാ, എന്നാൽ ഈ കൊടുംക്രൂരത ആരല്ല ചെയ്തേ? അതാ എനിക്ക് അറിയില്ലാത്ത. അല്ല അവന് കുറെ ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പൊ അവരിൽ ആരെങ്കിലും ചെയ്തതായിരിക്കുമെന്ന് പറഞ്ഞു. ഭാമയുടെ നെഞ്ചു കടന്ന് പടപട ഇടിക്കാൻ തുടങ്ങി. സച്ചിൻ രേവതിയാണ് ആള്. എന്താണെങ്കിലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ താൻ കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നടന്നു പോരുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രേവതിയുടെ സ്കൂട്ടിയെ അങ്ങനെ ചേസ് ചെയ്ത് പിടിക്കുന്നുണ്ട് ഹേമ. അങ്ങനെ ഒടുവിൽ രേവതിയുടെ സ്കൂട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാറ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ഹേമ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും രേവതിയാണെങ്കിൽ വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. രേവതി പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി നോക്കുവാണ്. നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചേ? ഇപ്പൊ ഞാൻ വീണാലോ എന്ന് പറഞ്ഞു. നീ വീഴാൻ പോകുന്ന ഓൾറെഡി. എടി നീ ആരാന്ന നിന്റെ വിചാരം? ആ ഓർഡർ തട്ടിയെടുത്ത് കഴിഞ്ഞപ്പോ എല്ലാം തികഞ്ഞെന്നാണ് നിന്റെ വിചാരം? ഒരിക്കലും ഇല്ലടി, നിന്നെ കാണിച്ചു തരാൻ ഞാന്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നേ, അതുകൊണ്ട് എനിക്ക് കിട്ടി. നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് ചെയ്യാൻ നോക്ക്, അപ്പൊ നിനക്ക് കിട്ടാനുള്ള നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഒരു 8,4 ലക്ഷത്തിന്റെ ഓർഡർ കിട്ടിയപ്പോഴത്തേനും നീ വലിയ ആളൊന്നും ആവണ്ടറി. എനിക്കറിയാം നീ എന്താ ഏതാ എങ്ങനെയാണെന്നൊന്നും. നിനക്കത് കിട്ടാൻ പോകുന്നില്ല, നീ ഓർഡർ ചെയ്യാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വിളിക്കുന്ന സമയം മുഴുവൻ വേണ്ടല്ലോ. നിങ്ങൾ എന്നെ വിളിച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് കിട്ടിയ ഓർഡർ പോവാനും പോകുന്നില്ല. നീ വളർന്നെന്നായിരിക്കും നിന്റെ വിചാരം. എടി എനിക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഈ മേഖലയില്, നിനക്കറിയാൻ പാടില്ലേ? അതെ, വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, നന്നായിട്ട് ചെയ്യാൻ പഠിക്കണം. എടി എനിക്ക് എന്റെ കീഴില് ജോലി ചെയ്യാൻ ഇഷ്ടം പോലെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിനക്കത് വല്ലതും ഉണ്ടോ? ആയിക്കോട്ടെ, ഞാൻ വളർന്നു വരുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ വളരുന്നേ, അതിന് സമയ സാവകാശമൊക്കെ വേണ്ടേ? എന്താണെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് ഏറ്റെടുത്ത വർക്ക് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. നീ ചെയ്യലടി എന്ന് പറഞ്ഞു ഹേമ വെല്ലുവിളിച്ചു. പക്ഷെ രേവതി വിട്ടില്ല. രേവതി അവരെ വെല്ലുവിളിച്ചിട്ടാണ് രേവതി പോകുന്നത്. അപ്പോഴാണ് ഭാമയും ചന്ദ്രമതി ആ വഴി വരുന്നത്.
അതാരായിരിക്കും പോലും അത് എന്ന് ചന്ദ്രമതി ഭാമയോട് ചോദിക്കണം. അറിയത്തില്ല. അല്ല, രേവതിയായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് ഭാമ പറഞ്ഞു, എനിക്കറിയില്ല ചന്ദ്രൻ, ഞാൻ ആദ്യമായിട്ട് കാണുന്നവരെ. എങ്കിൽ ശരി, നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം. അങ്ങനെ കാറിനടുത്തേക്ക് വരുവാണ് ചന്ദ്രമതിയും ഭാമയും കൂടെ. അപ്പോഴേക്ക് ഹേമ കാറിലേക്ക് കയറാൻ ഒരുങ്ങുമായിരുന്നു. ചന്ദ്രമതി പെട്ടെന്ന് അവരെ വന്ന് വിളിച്ചു. 1 മിനിറ്റ് എന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ ആ പോയ പെണ്ണുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം എന്ന് ചോദിച്ചു. അവളോ? അവൾ എൻ്റെ ജോലിക്ക് തടസ്സമായിട്ട് വന്നവളാന്ന് പറഞ്ഞു. ജോലിക്ക് തടസ്സോ? അതെ, ഞാൻ ഇവിടുത്തെ മണ്ഡപത്തിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നേ. പക്ഷെ ഇപ്പോഴും അവൾ അതിൻ്റെ ഇടയ്ക്ക് തടസ്സമായിട്ട് വന്നിരിക്കുക. അവൾ പുതിയ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണാ. അവൾ കാരണം എൻ്റെ 8,4 ലക്ഷത്തിന്റെ ഓർഡറാ പോയിരിക്കുന്നത്. അവൾ ചെയ്യാവുന്നത് ഏറ്റിരിക്കുക. അവൾക്ക് കിട്ടിയ ആ ഓർഡർ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അവൾക്ക് ആ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ നിലത്തെങ്ങും നിൽക്കത്തില്ല. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അല്ല, അവൾക്ക് ആ ഓർഡർ കിട്ടിയോ? കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടാൻ ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതിക്ക് ഭയങ്കര അസൂയ തോന്നി. അവൾക്ക് അതെങ്ങാനും കിട്ടി അവൾ നിലത്തെങ്ങുമല്ല നിൽക്കുന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അവൾ എൻ്റെ മരുമോളാ. ഓഹോ, നിങ്ങളുടെ മരുമോളല്ലേ? അപ്പം വെറുതെ അല്ല, മരുമോൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുമായിരിക്കും നിങ്ങൾ ആളെ കൊള്ളാലോ. മോളോടെ എന്ന് പറഞ്ഞാരേ ആ ഓർഡർ അവൾ ചെയ്യാൻ പോകുന്നില്ലെന്ന്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. എനിക്ക് അവളെ ഇഷ്ടമൊന്നുമില്ല. അവൾക്ക് ഈ ഓർഡർ ഒരു കാരണവശാലും കിട്ടല്. കിട്ടരുതെന്നോ? അതെ, അവളെന്റെ മരുമകളൊക്കെ തന്നെയാ. പക്ഷേ എനിക്കിഷ്ടമില്ലാതെ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നതാ. അവൾ ഈ ഓർഡറൊക്കെ പിടിക്കുന്നത് എന്തിനാണെന്നറിയാവോ? അവിടെ ഒരു മുറി പിടിക്കാൻ വേണ്ടിയിട്ടാ. ഒരു കാരണവശാലും അവൾക്ക് ഈ ഓർഡർ കിട്ടരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെന്ന് എന്ത് സഹായം വേണം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് കേട്ടത് ഹേമയ്ക്ക് സന്തോഷമായി. ഹേമ പറഞ്ഞു, അല്ലെങ്കിലും അവൾ ഈ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. അവൾക്ക് കിട്ടാനും പോകുന്നില്ല. ചന്ദ്രമതി പറഞ്ഞു, കിട്ടരുത്, ഒരു കാരണവശാലും കിട്ടരുത്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ചന്ദ്രമതി നമ്പരും കൊടുത്തു. ഹേമയുടെ നമ്പരും കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ ഹേമ പോകുമ്പോഴത്തേനും ഭാമ ചെടി, എന്ത് പരിപാടി നീ കാണിച്ചേ? ആ കൊച്ച് എന്തേലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കട്ടെ, നീ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സമായിട്ട് നിൽക്കുന്നേ? എടി, അവള് മുറിയും കൂടെ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അഹങ്കാരം കൂടും. മാത്രമല്ല, അവൾ ഇപ്പം നിലത്തെങ്ങും അല്ല നിൽക്കുന്നേ. അവൾക്ക് ഇത്ര ലക്ഷത്തിന്റെ ഒക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിലേ അവള് വെച്ചടി അങ്ങോട്ട് കയറിപ്പോവും. അതൊരു കാരണവശാലും പാടില്ല. ഇപ്പോഴേ തടയിട്ടേ മതിയാവുള്ളൂ. പിന്നെ അടുക്കള ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അവള് വലിയ ബിസിനസ്സുകാരി ആയിട്ടുണ്ടെങ്കിലേ എടി, അവൾ അടുക്കള തന്നെ കിടന്നാൽ മതി. എന്നാലും ചന്ദ്ര, ഇത് കുറച്ച് അന്യായമല്ലേ? ഒരന്യായമില്ല എന്ന് പറഞ്ഞു. അതേസമയം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും സച്ചി ചോദിച്ചു, അല്ല, ഇതെന്താ എത്ര താമസിച്ചേ? സച്ചേട്ടാ, ഒരു കാര്യം ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നീടാണ് ഓർഡർ കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. വലിയ കല്യാണമോ, വലിയ ഡെക്കറേഷനും കാര്യങ്ങളോ. ഇന്ന് തൊട്ട് ഞാൻ ഒരുക്കങ്ങൾ തുടങ്ങണം. കുറെ പൂവൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. സച്ചിയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതിനെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ഉണ്ടായ സച്ചിയേട്ട. എന്താ? വരുന്ന വഴിക്ക് ആ ഹേമയുണ്ടല്ലോ, എന്നെ ഒന്ന് വന്ന് വെല്ലുവിളിച്ചെന്ന് പറഞ്ഞു. ആ സ്ത്രീ വീണ്ടും വന്നോ? അത് സച്ചിയേട്ടാ, ഈ ഓർഡർ എനിക്ക് കിട്ടിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്ത് ചെയ്യില്ല എന്നും പറഞ്ഞ് അവരെന്നെ വെല്ലുവിളിച്ചേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ വെറുതെ വിട്ടുകൊടുക്കുവോ? ഞാൻ രേവതിയാണെങ്കിൽ ഈ ഓർഡർ ഞാൻ ഏറ്റെടുത്ത് വർക്ക് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് അവരെ ഞാനും വെല്ലുവിളിച്ചു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അല്ല, അവർ പ്രശ്നമായിട്ട് അടുക്കിലേക്ക് വരുമോ? ഞാൻ കയറി ഇടപെടണോ? വേണ്ട സച്ചേട്ടാ, ഇതൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായാൽ മതി. സച്ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പും കൂടി ചെയ്താൽ മതി. പിന്നെ അറിയാലോ, പ്രമീള ചേച്ചി അവരെയൊക്കെ ഒന്ന് വിളിക്കണം. അവരെയൊക്കെ വിളിച്ചു പറയണം. കാരണം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് തെറ്റാൻ പറ്റില്ല. അവരുടെയൊക്കെ സഹായം വേണ്ടി വരുമെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞാൽ മതി, എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ എനിക്കിനിയും വലിയ വലിയ ഓർഡറുകളൊക്കെ കിട്ടും. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ബിസിനസ്സും വളരും. നമുക്ക് മുറി എത്രയും പെട്ടെന്ന് തന്നെ പണിയാൻ പറ്റും സച്ചിയായിട്ട്. ആ ഒരു പ്രതീക്ഷയിലാന്ന് പറഞ്ഞു. സച്ചിക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം തലയം കുത്തി കിടന്ന് ചന്ദ്രമതി ഹേമ മറിഞ്ഞെന്ന് പറഞ്ഞാലും ആ വർക്ക് ക്യാൻസലായി പോകാനൊന്നും പോകുന്നതില്ല. അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.